നമസ്കാരം. ചിലരുടെ പ്രസ്താവനകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരി വരും. അത് വേറൊന്നും കൊണ്ടല്ല, അവർ പറയുന്നത് കുറച്ച് കാലത്തിന് മുമ്പ് അവരെന്ത് പറഞ്ഞു എന്നുള്ളതാണ് നമ്മളിലേക്ക് ആ ചിരി പടരുന്നതിന് കാര്യമായി, അല്ലെങ്കിൽ ആ ചിരി പടർത്തുന്നതിന് കാരണമായി മാറുന്നത്. നമുക്കറിയാവുന്ന പോലെ മെക്സവൻ എന്ന് പറയുന്ന ഒരു വ്യായാമ മുറ, ഏകദേശം 21 വ്യായാമങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു വ്യായാമ മുറയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തോതിൽ വാർത്ത വന്നിരുന്നു. നമ്മൾ തന്നെ അതിനെക്കുറിച്ച് നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ആ വ്യായാമത്തിനായിട്ട്, വ്യായാമം എല്ലായിടും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ കൂടുതൽ പേരും മുസ്ലിങ്ങളായിപ്പോയി, അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ടീമുകളായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം മോഹനൻ, CPM നേതാവ് മോഹൻ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ട് ഒടുവിൽ മുഹമ്മദ് റിയാസ് വന്നിട്ട് പറഞ്ഞു അതിനെ ഒരു വലിയ ചർച്ചയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല, അത് കൂടുതൽ ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന തരത്തിലേക്ക് പറയുകയും മോഹൻ മാസ്റ്റർ തൻ്റെ ആ പ്രസ്താവനയിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. എന്നാൽ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ്, BJP അല്ല, കോൺഗ്രസ് നേതാവ് ഇപ്പോൾ ശക്തമായി അതിനെ എതിർത്തിരിക്കുകയാണ്. അതേ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. കാര്യമായി തന്നെയാണ് എഴുതുന്നത്. അത് ഓരോന്നും ഞാൻ വായിച്ച് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്ന മതേതരത്വ ഭാവത്തെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. കാര്യം അദ്ദേഹം ഏറെക്കാലം നമുക്കറിയാം മുസ്ലിം എന്ന് കേട്ടാൽ വാളെടുക്കുന്ന ഒരാളായിരുന്നു സന്ദീപ് വാര്യർ. എന്നുവെച്ചാൽ തീർത്തും മതനിരപേക്ഷ മുഖം ലേശം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത, അദ്ദേഹം ധരിക്കുന്ന വസ്ത്രത്തിൽ പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ മതേതരത്വത്തിൻ്റെ ചെളിപുരളാത്ത ഒരു നേതാവ്, BJP നേതാവായിരുന്നു സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരുടെ ആദ്യത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. കാര്യം അതിൽ ഈ മെക്സവൻ എന്ന് പറയുന്ന വ്യായാമത്തിൽ കുറേയധികം മുസ്ലിങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന PDP പോലുള്ള ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള ആൾക്കാർ കടന്നുകൂടി തീവ്രവാദത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ തുടങ്ങിയ പരാമർശത്തിനെതിരെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: മലപ്പുറത്തോ കോഴിക്കോടോ ഹോട്ടലിൽ പോയാലും ജിംനേഷ്യത്തിൽ പോയാലും റേഷൻ കടയിൽ പോയാലും മുസ്ലിങ്ങൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവുക എന്നത് സ്വാഭാവികം മാത്രമാണ്. ശരിയാണ്. മലപ്പുറത്തായാലും കോഴിക്കോടായാലും നമ്മൾ എവിടെ പോയിരുന്നാലും നമ്മൾ അവിടെ ചെന്ന് കാണുന്ന 10 പേരിൽ ഒരു 3 പേരെങ്കിലും മുസ്ലിങ്ങൾ ഉണ്ടാകും എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് പിന്നെ എന്ന് കരുതി റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നവർ മുഴുവൻ തീവ്രവാദികളാണെന്ന് പ്രചരിപ്പിക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അത് കൊള്ളാം, നല്ല ഒരു ചോദ്യമാണ്. അതുകൊണ്ട് റേഷൻ കടയിൽ ക്യൂ നിൽക്കുന്നവരിൽ മുഴുവൻ തീവ്രവാദികളാണ് എന്ന് നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുമെന്നാണ്. മലപ്പുറം എന്ന് കേട്ട് ഹാലിളകി നടന്ന സന്ദീപ് വാര്യരെ നമുക്കറിയാമല്ലോ അല്ലേ? ഈ മുസ്ലിം എന്ന് കേട്ടാൽ ഹാലിളകി നടന്ന ഒരു സന്ദീപ് വാര്യരെ നമുക്കറിയാം. ഇപ്പോഴെന്താണ്, സന്ദീപ് വാര്യർക്ക് ഇപ്പം എങ്ങും തൊടാതെ നിൽക്കുന്ന ഒരാൾ, ത്രിശങ്കു സ്വർഗം എന്ന് പറയുന്നൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ത്രിശങ്കു സ്വർഗത്തിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, കാര്യം എന്താ, സുപ്രഭാതത്തിൽ വാർത്ത വന്നായിരുന്നല്ലോ മുസ്ലിങ്ങൾക്കെതിരെ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ലീഗ് ഇടഞ്ഞു. അതുകൊണ്ട് ലീഗിനാണ് കൃത്യമായിട്ട് മനസ്സിലായത്. കാര്യം എന്താ, സന്ദീപ് വാര്യർക്ക് ഔദ്യോഗികമായ എന്ത് സ്ഥാനം കൊടുക്കുമ്പോഴും ഇപ്പം ലീഗ് 8 നിലയിൽ വെട്ടി നിൽക്കുകയാണ്. കാര്യം സുപ്രഭാതത്തിലെ വാർത്ത, അതായത് CPM കൊടുത്ത പരസ്യം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് കൃത്യമായി ഉൾക്കൊണ്ടത് മുസ്ലിം ലീഗാണ് എന്ന് നമുക്കറിയാം. അപ്പം അവിടെ അതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു മതേതരവാദിയാണ് എന്ന് വരുത്തി തീർക്കണം. സകലമാന മുസ്ലിങ്ങളെയും എനിക്ക് ഭയങ്കര പ്രണയമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് വരുത്തി തീർക്കണം. എങ്കിലേ കോൺഗ്രസ്സിൽ എവിടെയെങ്കിലും ഒരു സ്ഥാനലബ്ധി ഉണ്ടാകൂ എന്ന് കരുതുന്ന ആരാളായി മാറി സന്ദീപ് വാര്യർ. ഈ നാട്ടിലെ മനുഷ്യർക്ക് വ്യായാമം ചെയ്യണമെങ്കിലും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണോ? അല്ലേ? നല്ല ചോദ്യമാണ്, നല്ല ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. BJPക്ക് പറയാൻ ബുദ്ധിമുട്ടുള്ളതോ BJP പറഞ്ഞാൽ ജനങ്ങൾ ഏറ്റെടുക്കാത്തതോ ആയ മുസ്ലിം വിരുദ്ധത നാട്ടിലാകെ പ്രചരിപ്പിക്കുന്നത് CPM ആണെന്ന് ആവർത്തിച്ചടിവരയിടുന്നതാണ് മെക്സവൻ വിവാദവും. ശരി, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമല്ലേ മോഹൻ്റെ പറച്ചിൽ, CPM നേതാവ്. അപ്പോൾ അങ്ങനെ ആ CPMകാർ ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയാണത്രേ മെക്സവനിൽ മുസ്ലിങ്ങളുണ്ട്, അപ്പോൾ അതുകൊണ്ട് തീവ്രവാദം പ്രചരിപ്പിക്കുകയാണ് എന്നുള്ള രീതിയിൽ CPM ആണത്രേ ഇതിനെ കൊണ്ടുവരുന്നത് എന്ന് പറയുന്നു. പാലക്കാട്ടെ പത്രപരസ്യം പോലെ CPMന്റെ മുസ്ലിം വിരുദ്ധത മെക്സവനിലും പുറത്തു വന്നിരിക്കുകയാണ്. പാലക്കാട്ടെ പത്രപരസ്യം പോലെ CPMന്റെ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്നത് മനസ്സിലായില്ല. അതിൽ ഏറ്റവും കൂടുതൽ കൊടുത്തിരിക്കുന്നത് സന്ദീപ് വാര്യർ മുസ്ലിങ്ങളെക്കുറിച്ച് ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളുമാണ് സുപ്രഭാതം എന്ന് പറയുന്ന പത്രത്തിലൂടെ അച്ചടിച്ചു വന്നത് CPM കൊടുത്ത പരസ്യത്തിൽ. കാര്യം ഇങ്ങനെ ഒരാളെ ആണ് കൃത്യമായി കോൺഗ്രസ്സുകാരും മതനിരപേക്ഷ മുഖം മൂടി അണിയിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി CPM നടത്തിയ ഒരു തന്ത്രമായിരുന്നു അത്.
ആ തന്ത്രത്തിൽ പക്ഷേ വീണത് കൃത്യമായി കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്ന ലീഗ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ ലീഗ് ഇപ്പോഴും സന്ദീപ് വാര്യരെ കയറ്റാതിരിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. അവിടെ CPM പ്രചരിപ്പിച്ച മുസ്ലിം വിരുദ്ധതയായിരുന്നില്ല, സന്ദീപ് വാര്യരുടെ ഉള്ളിലുണ്ടായിരുന്ന മുസ്ലിം വിരുദ്ധത എത്രത്തോളമാണ് ആയിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. അവിടെ മുസ്ലിം വിരുദ്ധതയല്ലായിരുന്നു. പിന്നെന്താണ്? കോൺസ്പിറസി തിയറികൾ പടച്ചുവിട്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കുന്നതാണ് നമ്മുടെ നാടിന് ഗുണകരം. അതായത് ഈ രീതിയിൽ കോൺസ്പിറസി തിയറികൾ ഈ രീതിയിൽ ഇങ്ങനെയുള്ള എല്ലാം പടച്ചു വിട്ടുകൊണ്ട് ഇപ്പം മുസ്ലിം നാമധാരികളെല്ലാം തീവ്രവാദികളാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന എന്ന് മുതലാണ് അത്രയും മനുഷ്യരായി മാറിയത് സന്ദീപ് വാര്യർക്ക് ഇവരൊക്കെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്തത്. പിന്നെന്താണ്? BJPയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് CPM നടത്തുന്ന മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ ഈ നാട് തള്ളിക്കളയുക തന്നെ ചെയ്യും. ആഹാ, അത് കൊള്ളാമല്ലോ. BJPയുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് കുറച്ച് നാളിന് മുമ്പ് എന്തൊക്കെ ഈ സന്ദീപ് വാര്യരുടെ ഇത്തരം പരാമർശങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഉള്ളിലൊരു ചിരിയോടുകൂടി അല്ലാതെ അതിനെ ഒന്നും ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചിലരൊക്കെ അദ്ദേഹം വളരെ മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാൾ എഴുതിയിരിക്കുക, നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടോ സന്ദീപേ എന്നൊരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ കമൻറ്റുകൾ വായിക്കണം. കമൻറ്റുകളാണ് നമുക്ക് കൂടുതൽ ചിരി വരുന്നത്. പിന്നെ കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് വരെ എല്ലാ മുസ്ലിങ്ങളെയും തീവ്രവാദികൾ എന്ന് വിളിച്ച അഭിനവ ഗാന്ധിജി എന്ന് ഒരാൾ സന്ദീപ് വാര്യരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സന്ദീപ് വാര്യരുടെ ഒന്നാമത്തെ ഫേസ്ബുക്ക് കുറിപ്പിലുള്ളത്. തുടർന്ന് രണ്ടാമത് ഒന്നുകൂടി എഴുതി, കഴിഞ്ഞ തവണ എഴുതിയത് പോരാ എന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവാം, അതുകൊണ്ട് ഒന്നുകൂടി എഴുതി. മെക്സവൻ തീവ്രവാദമാണെന്നാണ് ഇപ്പോൾ BJPക്കാർ പറയുന്നത്. നേരത്തെ CPM കൂട്ടി രണ്ടാമത് BJPക്കാർ അങ്ങനെയാണ് പറയുന്നത് അത്രേ. 2 വർഷത്തിനുള്ളിൽ 1000-ലേറെ സ്ഥലങ്ങളിലേക്ക് പടർന്നു കയറിയ ഈ വ്യായാമ ശൃംഖല തീവ്രവാദ പ്രവർത്തനമാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് രാജിവെക്കാൻ പറയുക. അത് ശരിയാണ്. ഇതൊരു തീവ്രവാദമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയോട് രാജിവെക്കാൻ പറയുക എന്നതാണ്. എന്നിട്ട് പകരം CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്ററെ അവിടെ കൊണ്ടുവന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കുക. കാര്യം അമിത്ഷാ പോലും പറയാത്ത ആരോപണമാണല്ലോ ഈ പറയുന്ന CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ പറഞ്ഞത്. അതുകൊണ്ട് പുള്ളിക്കാരനെ അവിടെ കൊണ്ടുവന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയാക്കുക എന്നുള്ളതാണ്. രാജ്യത്തെ പൗരന്മാരെ മുഴുവൻ സദാസമയം നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ നിങ്ങളുടെ ഏജൻസികൾക്ക് കഴിയാത്തത് മോഹന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാകാൻ പരമയോഗ്യൻ അദ്ദേഹമാണ്. മോഹന മാസ്റ്റർക്കുള്ള കൊട്ടാണ് അല്ലേ. ഉള്ളിയേരിയിൽ വരെയുള്ള വ്യായാമ ശൃംഖലയിലെ തീവ്രവാദം തിരിച്ചറിയാൻ K. സുരേന്ദ്രന് പോലും മോഹനെ ആശ്രയിക്കേണ്ടി വന്നില്ലേ? അതായത് K. സുരേന്ദ്രന്റെ സ്വന്തം തട്ടകമാണ് ഉള്ളിയേരി. അവിടെ പോലും ഈ രീതിയിൽ വ്യായാമം നടക്കുന്നതിനെ തിരിച്ചറിയാൻ, അത് തീവ്രവാദമാണ് എന്ന് തിരിച്ചറിയാൻ ആര് വേണ്ടി വന്നു? മോഹനൻ മാസ്റ്റർ വേണ്ടി വന്നു. ഇതിൽ നിന്ന് തനി ഒരു കോൺഗ്രസ് വാദം പോലെ BJP RSS അല്ലെങ്കിൽ BJP RSSും CPMുമായി നടത്തുന്ന ഒരു ബന്ധം, ഒരു അടിയൊഴുക്ക് ഇവിടെയും ഉണ്ട് എന്ന് അദ്ദേഹവും സമ്മതിക്കുന്നുണ്ട്. കോൺസ്പിറസി തിയറിയിൽ പടച്ചുവിട്ട് മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയത്തിന് കേരളം വഴിമാറി നടന്നേ പറ്റൂ. കുറേ കാലം മുൻപ് ഈ സന്ദീപ് വാര്യർ എന്തൊക്കെയായിരുന്നു ഈ മുസ്ലിങ്ങളെ കുറിച്ച് പടച്ചുവിട്ടതെന്ന് ഈ നാട്ടിലെ മുസ്ലിങ്ങൾ മറന്നുപോയിട്ടില്ലെന്നേ. ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ വലിയൊരു വിഭാഗം വരുന്ന CPMകാരും ഒക്കെ ഇതിനെക്കുറിച്ച് നല്ല ബോധമുള്ളവരാണ്. മറന്നവരെല്ലാം ഓർമ്മിപ്പിക്കാനുള്ള കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് CPM. അതിൻ്റെ ആദ്യ പടി എന്നുള്ള നിലയിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് പത്രത്തിൽ പരസ്യം വന്നത്. ഇനിയും തന്നെയുമല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ നിന്നെല്ലാം വിട്ടുമാറണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലെ പഴയ അക്കൗണ്ട് സന്ദീപ് വാര്യർ ഡിലീറ്റ് ചെയ്യണം. ഗണവേഷത്തിലൊക്കെ നിൽക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തിട്ട് പകരം എന്ത് ചെയ്യണം? പുതിയൊരു അക്കൗണ്ട് തുടങ്ങി തൻ്റെ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിക്കുക. സത്യത്തിൽ സന്ദീപ് വാര്യരെ പോലെ നാഴികയ്ക്ക് 40 വട്ടം ചിന്തിക്കുന്നവരെയൊക്കെ കൊണ്ടുവന്ന് ഒരു പാർട്ടിയിലേക്ക് എടുക്കുന്നു. നാളെ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസും കൊള്ളത്തില്ല എന്ന് പറയും. സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു കയറിയതല്ലേ. സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു കയറി ഇവിടെ വിദ്വേഷത്തിൻ്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നു കയറിയിട്ടും പ്രയോജനമൊന്നുമില്ല എന്ന് കാണുമ്പോൾ തീർച്ചയായും സന്ദീപ് വാര്യർ സ്നേഹത്തിൻ്റെ കടയിൽ നിന്ന് ഇറങ്ങിപ്പോവും. കടയെന്നാണ് പറഞ്ഞത്, ആലോചിക്കുക. ആ സ്നേഹത്തിൻ്റെ കടയെന്ന് പറഞ്ഞാൽ സ്നേഹത്തോടെ എന്തെങ്കിലുമൊക്കെ വിൽക്കുന്ന കട എന്നുള്ള അർത്ഥത്തിൽ കൂടി ആവാൻ പറഞ്ഞത്. ഇനി നാളെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മാറില്ല, അല്ലെങ്കിൽ മാറിയേക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.